ഞാൻ ബേബി ജോസഫ് ബനാന ചിപ്സിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഓണൊക്കെ അല്ലേ, അതെങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിപ്സ് ഗ്രൈൻഡ് ചെയ്ത് ഇടാം. 12 പഴം തൊലി കളഞ്ഞ് 5 മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിലിട്ട് നന്നായി കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിപ്സ് റെഡിയായി മൊരിഞ്ഞ് വരുമ്പോൾ ഈ ഉപ്പ് പാനി അതിൽ കുറച്ച് ഒഴിച്ചാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത്. ചൂടായി ഇത് ഗ്രൈൻഡ് ചെയ്തിടാം. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പാണ് വറുക്കുന്നത്. ഈരണ്ട് കായ വെച്ചിട്ടാണ് വറുക്കുന്നത്. മൊരിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഉപ്പുവെള്ളം ഒഴിക്കാം. ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ഈ പതം ഒന്ന് നിൽക്കണം, കുറയും. അപ്പോഴാണ് നമ്മൾ ഉപ്പുവെള്ളം ചേർക്കുന്നത്. ഒരു 3 കായ കൊണ്ടാണ് 4 വെട്ടി ഉണ്ടാക്കുന്നത്. മൊത്തം 2 കിലോ എടുത്തത്. അതിൽ 9 കായ ചിപ്സ് ഉണ്ടാക്കി. ഇനി 4 വെട്ടി ചിപ്സാണ് ഉണ്ടാക്കുന്നത് 3 കായ കൊണ്ട്. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 4 വെട്ടി വറുത്തെടുക്കാം. ആ എണ്ണയിൽ തന്നെയാണ് 2 ഐറ്റം കൂടിയിട്ട് ഒരുമിച്ച് ഉണ്ടാക്കും. 4 വെട്ടി കുറച്ച് കട്ടിയുള്ള കാരണം നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോൾ തീ ഒന്ന് ചുരുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി മൊരിച്ചിലാവുമ്പോഴാണ് ഒന്ന് തീ കൂട്ടിയിട്ട് എടുക്കട്ടോ. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം ചേർക്കുന്നുണ്ട്. ഒരു ചിപ്സ് എടുക്കാറായി. ഇങ്ങനെ സ്വരം വന്നു തുടങ്ങി. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിത് കോരിയെടുക്കാം. വിഭവമായ 2 ചിപ്സും ഉണ്ടാക്കി കഴിഞ്ഞു. 4 വെട്ടി രണ്ടും തന്നെ ഉണ്ടാക്കി. നിങ്ങളെല്ലാവരും അത് കാണണം, ഷെയർ ചെയ്യണം.